ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പഠനാവിഷയം തുടരട്ടെ. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠന പരമ്പരയുടെ 22ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ദൈവമക്കളെ സംബന്ധിച്ച് ചിലപ്പോൾ ചിലരെങ്കിലും വളരെ അസ്വസ്ഥരാണ്, ആകുലപ്പെട്ടിരിക്കുന്നു, പ്രയാസപ്പെട്ടിരിക്കുന്നു. കാരണം ഉത്തരം പറയാൻ കഴിയുന്നില്ല. നിരീശ്വരവാദികളും പരിഹാസികളുമായിട്ടുള്ള നാസ്തികന്മാരായിട്ടുള്ള മനുഷ്യർ ലോകത്തിൽ നടമാടുന്ന ഓരോ ദിവസവും പത്രത്തിലും ടി വിയിലും നാം കാണുകയും വായിക്കുകയും ചെയ്യുന്ന ദുരന്ത വാർത്തകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം വാസ്തവത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ആ ദൈവം കഴിവുള്ളവനാണ്, സ്നേഹസമ്പന്നായിരുന്നുവെങ്കിൽ ഇന്ന് ഭൂമികത്ത് നടമാടുന്ന വിഷയങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു? ആ പിഞ്ചു കുഞ്ഞ് എന്തുകൊണ്ട് ഉപദ്രവിക്കപ്പെട്ടു? ആ വ്യക്തി എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു? ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാൻ അന്ധകാര ശക്തിയുടെ പ്രേരണയാൽ ഒരു വലിയ സംഘം പണ്ട് തന്നെ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ദൈവമക്കൾക്ക് ഇതിന് വ്യക്തമായ മറുപടി ഉത്തരം നൽകാൻ കഴിയാറില്ല. ഈ വിഷയ പഠനത്തിൽ നമ്മൾ 22ാമത്തെ അവതരണത്തിൽ നിൽക്കുമ്പോൾ ഈ കഷ്ടത, ദുഷ്ടത, വേദന, സങ്കടം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വലിയ വിഷയമായിട്ട് തന്നെ ദൈവമക്കൾ നേരിടാറുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വിഷയത്തെ നിർവചിച്ചു. ഇതെങ്ങനെയാണ് ഈ വിഷയം ആരംഭിച്ചത് എന്ന് വളരെ പുരാതനമായി 300 BC 300-ൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ചിൻ്റെ ആവിർഭാവം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ചിന്താഗതി, ദൈവം ശക്തനാണെങ്കിൽ എന്തുകൊണ്ട് നീക്കം ചെയ്യുന്നില്ല? ദൈവം നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് ഇത് അനുവദിച്ചിരിക്കുന്നു? എന്തുകൊണ്ട് നരകം ദൈവം സൃഷ്ടിച്ചു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നാം നേരിടാറുണ്ട്. അപ്പോൾ ഈ വിഷയം എന്താണെന്ന് ആദ്യം കണ്ടു കഴിഞ്ഞു. തുടർന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ ചില പ്രവാചകന്മാരും ദൈവദാസന്മാരും ഇതേ വിഷയത്തിൽ അസ്വസ്ഥരായിരുന്നതായിട്ട് നമ്മൾ കണ്ടു. മൂന്നാമത്തെ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നാം തിരിച്ചറിയണം, നാം മറുപടി കൊടുക്കാൻ നമുക്ക് സന്നദ്ധത അല്ലെങ്കിൽ തയ്യാറാണെങ്കിൽ നാം മനസ്സിലാക്കണം, ഇങ്ങനെ നമ്മെ ചോദ്യം ചെയ്യുന്ന, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് മറുപടി പറഞ്ഞവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നമുക്ക് വ്യക്തമായി ബോധ്യമുണ്ടായിരിക്കണം ഭൂമിയിൽ കാണുന്ന നന്മകളുടെ ഉറവിടം എവിടെ നിന്ന്. മനുഷ്യർ വെറും പൊടിയിൽ നിന്നും മണ്ണിൽ നിന്നാണെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന നന്മകൾ, ദയ, പരോപകാരം, സ്നേഹം, കരുണ, കാരുണ്യം, ഇങ്ങനെയുള്ള നന്മയുടെ ഗുണങ്ങൾ എവിടെ നിന്ന് വന്നു? മാത്രമല്ല നാം തിരിച്ചറിയണം, നമ്മുടെ അറിവുകൾ പല വിഷയത്തിലും പരിമിതമാണ്. പഴയ കാലത്തെ ജോസഫിനെ പോലെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്ന് നമുക്ക് പലപ്പോഴും പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയില്ല. അയ്യോബ് അതിനൊരു ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് നിർവചിക്കുന്നതിൽ മനുഷ്യന്റെ പരാജയം പലപ്പോഴും പ്രകടമാണ്. കൂടാതെ അതിനുള്ള പ്രതികരണങ്ങളും. നാലാമതായി ചില മനുഷ്യര് ഈ ദുഷ്ടതകളും വേദനകളും സങ്കടങ്ങളും വെറും തോന്നലാണ്, മിഥ്യയാണ് എന്ന രീതിയിൽ തള്ളിക്കളയാൻ ശ്രമിക്കുന്നു. ഒരു വിഷയത്തെ തള്ളിക്കളഞ്ഞാൽ നമുക്ക് ഒരിക്കലും പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ കണ്ടത് ഈ വിഷയത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. വിഷയത്തിൻ്റെ പരിഹാരം എന്താണ്? ഇതെന്തുകൊണ്ടാണ് ഭൂമുഖത്ത് ഇപ്രകാരമുള്ള അവസ്ഥകൾ നടമാടുന്നത്, സംഭവിക്കുന്നത്? അവിടെ നാം വ്യക്തമായി കണ്ട പ്രകൃതി നിയമങ്ങൾ, അതിൻ്റെ ആവശ്യകത, അത് ലംഘിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതായ ഭവിഷ്യത്തുകളായിട്ട് നമ്മൾ വ്യക്തമായി കണ്ടു. കൂടാതെ മനുഷ്യന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്. ആ കഴിവുകൊണ്ട് അവൻ പലപ്പോഴും തിന്മയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായി തന്നെ കണ്ടു കഴിഞ്ഞു. ദൈവം ചെയ്യാൻ കഴിയുന്നത് ദൈവം തീർച്ചയായിട്ടും ചെയ്യുമെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിൽ അടുത്ത പടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ചിന്തിക്കാൻ പോകുന്നത് ഈ കഷ്ടത, ദുഷ്ടത, സങ്കടം, യാതന, പ്രയാസം, ഇതിലൊരു നന്മയുണ്ട്, ഇതിലൊരു അനുഗ്രഹമുണ്ട്. അതിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ കാണുന്ന തിന്മയുടെയും ദുഷ്ടതയുടെയും കഷ്ടതയുടെയും സാന്നിധ്യം, അത് നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കണമെങ്കിൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ദൈവം നല്ലവനും ശക്തനുമായി ദൈവം ഇത് അനുവദിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ കഷ്ടതകളും ദുഃഖങ്ങളും ദുരന്തങ്ങളും നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് അതിൻ്റെ ഉള്ളിൽ ചില നന്മകൾ ദൈവം വെച്ചിട്ടുണ്ട്, ചില അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. പലപ്പോഴും നാം ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യും, ദൈവത്തിൻ്റെ അറിവിനെ ചോദ്യം ചെയ്യും. ഈ കഷ്ടതയും ദുഃഖവും വേദനയും മരണവും കഷ്ടതയും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു? എന്തുകൊണ്ട് ചുറ്റും പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു? നാം ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളും കാലാവസ്ഥകളും പരിസ്ഥിതികളും നമ്മുടെ ചുറ്റും, നമ്മുടെ കുടുംബത്തിലും ലോകത്തിലൊക്കെ നടക്കുമ്പോൾ അതിൽ ചില നന്മകളുണ്ട്. അതുകൊണ്ടാണ് ദൈവം അത് ഇങ്ങനെ അനുവദിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവം ചെയ്യുന്നതല്ല, ദൈവം അനുവദിച്ചിരിക്കുന്നു. ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ കഷ്ടത, തിന്മ, ഈ ദുരന്തം, ഈ അപകടം ദൈവം അനുവദിച്ചത് എന്തുകൊണ്ട്? അതിൽ ചില നന്മകളുണ്ട് എന്നുള്ളത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ കാണുന്നത് ഈ കഷ്ടതകൾ വാസ്തവത്തിൽ ദൈവ മക്കളെ കൂടുതൽ വിശുദ്ധരാക്കും, കൂടുതൽ ആത്മീകമായി ബലമുള്ളവരാക്കും. അതായത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർ കൂടുതൽ ദൈവ മക്കളായി രൂപപ്പെടും.
ഒരു വ്യക്തി യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ, സ്വാതന്ത്ര്യമുള്ളവരെന്ന് പറയും നമ്മൾ കണ്ടു കഴിഞ്ഞു, പഠിച്ചതാണ്. അവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടാകണം. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നുള്ളൂ. പക്ഷെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിവുണ്ടാകണമെങ്കിൽ അതിനുള്ള കാലാവസ്ഥ, അന്തരീക്ഷം അവനുണ്ടാകണം. തിരഞ്ഞെടുക്കുവാനുള്ള പരിതസ്ഥിതി, കാലാവസ്ഥ, സാഹചര്യം അവനുണ്ടാകണം. അപ്പോൾ മാത്രമാണ് അവൻ്റെ തീരുമാനങ്ങൾ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് ജീവിതത്തിൽ വികസനം പ്രാപിക്കാൻ പറ്റും, അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിലേ ആ നല്ല തീരുമാനങ്ങളെടുത്ത് അവൻ്റെ സ്വഭാവത്തിൽ വളരാൻ കഴിയും. സ്വഭാവം വളർത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പണ്ട് നമ്മൾ പലതരത്തിൽ മോശപ്പെട്ട, തകർന്ന, ഇരുട്ടിൽ നിറഞ്ഞ ജീവിതമായിരുന്നിരിക്കാം. പക്ഷെ ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവമക്കളായി നമ്മെ സംബന്ധിച്ച് നമ്മുടെ സ്വഭാവത്തിൽ ഒരു വലിയ പ്രവർത്തനം നടക്കുകയാണ്. സ്വഭാവ രൂപീകരണം വളരെ പ്രധാനമാണ്. അത് പലപ്പോഴും പല തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ദൈവനെ കേൾക്കണം, ഞായറാഴ്ച കർത്ത ദിവസം ദൈവമക്കളായി ഒരുമിച്ച് കൂടണം. ഇതൊക്കെ നമ്മുടെ തീരുമാനങ്ങളാണ്. ഈ തീരുമാനങ്ങളാണ് നമുക്ക് ഒരു ആത്മീക സ്വഭാവമുള്ള വ്യക്തിയായി നമ്മളെ മാറ്റുന്നത്. അപ്പോൾ ഈ ലോകം നമുക്ക് അതിന് അനുകൂലമായ സാഹചര്യം തരികയാണ്. അതിൻ്റെ സാഹചര്യം, ഈ ഒരു പരിതസ്ഥിതി നമുക്ക് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ട് ദൈവമക്കളായി ജീവിക്കാനും പരസ്പരം ദൈവമക്കളായി പെരുമാറുവാനുള്ള ഒരു നല്ല അന്തരീക്ഷമാണ് ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അത് ഈ അന്തരീക്ഷം നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം. എന്താ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മെ നിത്യതയ്ക്ക് യോഗ്യതയുള്ളവരാക്കി വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ പണിയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുപോകണം. നിത്യതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ചുളുക്കം, കളങ്കം, തിന്മ, പാപം, ദുഷ്ടത ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരാളെ കൊണ്ടുപോകാൻ പറ്റില്ല. ദൈവത്തിന് ബാഹ്യമായിട്ടുള്ളതല്ല നോക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തിലെ, മനസ്സിലെ ചിന്തകളെ, വിചാരങ്ങളെ, ചായ്വുകളെ, മനോഭാവങ്ങളെ, ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളെ എല്ലാം കാണുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലും മനസ്സിൻ്റെ ഉള്ളിലും തിന്മയുടെ അംശമുണ്ടെങ്കിൽ അത് നമ്മളെ ഒരിക്കലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകില്ല. ദൈവത്തെ വചനത്തിലും ദൈവാത്മാവിനെ വേദനിപ്പിക്കുന്നതായ പക, പിണക്കം, ജാരശങ്ക, ദ്വന്ദ്വവശം, ഭിന്നത, അസൂയ തുടങ്ങിയ ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് വിരോധമാണ് ആ പ്രവർത്തികൾ. അങ്ങനെയുള്ള എല്ലാ തിന്മകളും, എല്ലാ വ്യാജഭാവവും, അസൂയയും, നുണയും, എല്ലാ തരത്തിലുള്ള തിന്മകളും നീക്കിക്കളയുക എന്നുള്ളതാണ് സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് ദൈവം നമ്മളെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിലാണ് അതിന് സാഹചര്യമുള്ളത്. ഈ ലോക ജീവിതത്തിലാണ് നമുക്ക് അതിന് സാഹചര്യമുള്ളത്. ഇപ്പം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഈ ലോകം നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുവാൻ, തയ്യാറാക്കുവാൻ ഏറ്റവും ഉചിതമായ സ്ഥലമാണ്. നമ്മളെ നിത്യതയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ തന്നെ മറ്റൊരു രാജ്യത്ത് ഒരു സ്ഥലം വാങ്ങിച്ച് അവിടെ വീട് പണിത് അവിടെ താമസിപ്പിക്കാനല്ല. ഈ ഭൂമിയുടെ മുഖത്തെ പുതുക്കിക്കൊണ്ട് ഇവിടെ വീണ്ടും നമ്മളെ താമസിപ്പിക്കാനല്ല. ദൈവത്തിൻ്റെ പദ്ധതി നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വർഗീയ സന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അകവും പുറവും കാണുന്ന ദൈവത്തിന് നന്നായിട്ടറിയാം ആരെയാണ് കൊണ്ടുപോകേണ്ടതെന്ന്. അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ ദൈവം സഹായിക്കുകയാണ് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് എല്ലാ വേദനകളും, സങ്കടങ്ങളും, ദുഃഖങ്ങളും, ദുരന്തങ്ങളും നീക്കിക്കളഞ്ഞിരുന്നെങ്കിൽ, അതൊന്നും ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടതായ രൂപാന്തരം സംഭവിക്കില്ല. ഉചിതമായ തീരുമാനമെടുക്കാൻ പറ്റില്ല. കൂടുതൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകില്ല. ദൈവത്തെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകില്ല. കാരണം ഇവിടെ വേദനയില്ല, സങ്കടമില്ല, ദുഃഖമില്ല, ദുരന്തമില്ല, നഷ്ടമില്ല, കോട്ടമില്ല, ഒന്നുമില്ലാത്തൊരു ലോകമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരിക്കലും രൂപാന്തരം സംഭവിക്കില്ല, ജീവിതത്തിൽ മാറ്റം സംഭവിക്കില്ല. ഇതൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ദൈവത്തെ മുറുകെ പിടിക്കുന്നതും കൂടുതൽ സ്നേഹിക്കുന്നതും കഷ്ടതകളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി നിൽക്കുന്നത്, അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ കൂടുതൽ സ്തുതിച്ച് ആരാധിച്ച് ജീവിക്കുന്നത്. ഇത് വളരെ വളരെ ആവശ്യമാണ് ഈ കാര്യം. ഇവിടെ ലോകത്തിൽ നിന്ന് വേദനയും കഷ്ടതയും തിന്മകളും എടുത്തു നീക്കി കളയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പലർക്കും അറിയില്ല അതങ്ങനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന നഷ്ടം എന്താണ്. മനുഷ്യർക്ക് ഒരു മാറ്റവും വരില്ല, മനുഷ്യർക്ക് അഭിവൃദ്ധി ഉണ്ടാകില്ല, സ്വഭാവ രൂപീകരണം ഉണ്ടാകില്ല, നല്ലവരായി മാറില്ല. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു തത്വചിന്തകനെ അഗസ്റ്റിൻ പ്രകാരം പറയുകയുണ്ടായി, പത്രോസ് കർത്താവ് യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. 3 വട്ടം തള്ളിപ്പറഞ്ഞതിന് ശേഷം പത്രോസ് എന്ത് ചെയ്തു? അതിദുഃഖത്തോടെ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു. തനിക്ക് സംഭവിച്ച വീഴ്ചയോർത്ത് വാവിട്ട് നിലവിളിച്ച് തന്നിൽ അതൃപ്തനായി താൻ നിലവിളിച്ച് കരയുകയുണ്ടായി. അപ്പൊ ഈ തത്വചിന്തകൻ പറഞ്ഞ ആ പത്രോസാണ് കൂടുതൽ നല്ലത്. തൻ്റെ തെറ്റിനെ, തൻ്റെ പാപത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഓർത്ത് ദുഃഖത്തോടെ നിലവിളിച്ച് കരഞ്ഞ പത്രോസാണ് കുറച്ചും കൂടി ആത്മീക ആരോഗ്യമുള്ള പത്രോസ്.
ഇവിടെ നേരത്തെ എന്നേക്ക് ഞാൻ തള്ളിക്കളയില്ല, എന്ത് സംഭവിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കർത്താവിനെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ് വ്യാമോഹത്തിൽ നിന്ന് അറിവില്ലാതെ നിന്ന പത്രോസിനേക്കാൾ ഈ സംഭവത്തിന് ശേഷം കർത്താവ് യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്ന ആ ഒരു ദുർഗതി ഓർത്ത് നിലവിളിച്ച് അതിദുഃഖത്തോടെ നിലവിളിച്ച് കരഞ്ഞ പത്രോസ് തികച്ചും ആത്മീകമായ ആരോഗ്യമാണ്. അത് നല്ല അവസ്ഥയാണ്. ചെയ്തു തെറ്റാണ്, പക്ഷെ അതിനെ ഓർത്ത് ദുഃഖിച്ച് കരഞ്ഞു. ചെയ്ത തെറ്റിനെ ഓർത്ത് നിലവിളിച്ച് മാനസാന്തരപ്പെട്ടു. അറ്റുപോയ ബന്ധത്തെക്കുറിച്ച് നിലവിളിച്ച് മാനസാന്തരപ്പെട്ട് ആ ബന്ധം നിരപ്പാക്കാൻ ശ്രമിച്ചു. അതല്ലേ സ്വഭാവത്തിന് ഏറ്റവും നല്ല ഗുണം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കഷ്ടതകളും വേദനകളും നമ്മൾ ചെയ്യുന്നൊരു പണിയുണ്ട്. അപ്പോൾ കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യാക്കോബിന്റെ ലേഖനത്തിന്റെ ഒന്നാം ലേഖനത്തിന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പറയുന്നത്, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷ സന്തോഷമെന്നുവീൻ. ഇപ്പൊ വിശ്വാസത്തിന്റെ വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം സ്ഥിരപ്പെടുകയാണ്. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിയുക. അപ്പോൾ ഒരു കണക്കിന് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ തളർന്നു പോകില്ല. നമ്മുടെ മനസ്സിൽ നല്ല ബോധമുണ്ട്, ഇതിലൂടെ ഞാൻ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് ഇടവരുന്നു, കൂടുതൽ വചനം വായിക്കാനും പഠിക്കാനും എനിക്ക് ഇടവന്നു, കൂടുതൽ യഥാർത്ഥ ദൈവമക്കളെ കണ്ടെത്താൻ സഹായിച്ചു, എൻ്റെ വിശ്വാസം സ്ഥിരപ്പെടുകയാണ്. അപ്പോൾ അത് നല്ലതല്ലേ? ഈ വേദന, സങ്കടം, തൽക്കാലത്തേക്ക് നേരിടേണ്ടി വന്ന ദുരന്തം, ദുഃഖം എനിക്ക് നല്ല നന്മയാണല്ലോ കൊണ്ടുവന്നത്. എൻ്റെ വിശ്വാസം സ്ഥിരപ്പെടാൻ ഇടവരുത്തിയല്ലോ. അല്ല, അത് എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുകയല്ല ചെയ്തത്. ഇപ്പൊ എൻ്റെ വിശ്വാസം ബലപ്പെട്ടു. അതാണ് ഇവിടെ പറയുന്നത്. ഈ പ്രതികൂലങ്ങളും വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളിലും ഒരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ആത്മീയ വർധനവാണ്. ഈ കഷ്ടതകളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും അസ്വസ്ഥതകളും വേദനകളും സങ്കടങ്ങളും ഇല്ല എങ്കിൽ നമ്മൾ ആത്മീയമായി ബലം പ്രാപിക്കില്ല, ധൈര്യമുള്ളവരായി മാറില്ല, ധീരരായി മാറില്ല. അത് ഉള്ളത് കൊണ്ടാണ് നമുക്കതിനെ അതിജീവിച്ച് തീരുമാനമെടുത്ത് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് പൗലോസിനോട് കർത്താവ് പറഞ്ഞത്. പൗലോസിന്റെ ജഡത്തിൽ ശൂലമുണ്ടായിരുന്നു. 3 വട്ടം പൗലോസ് എന്ന അപ്പോസ്തലൻ കർത്താവിന് വേണ്ടി വളരെയധികം അധ്വാനിച്ച മനുഷ്യൻ കർത്താവിനോട് 3 വട്ടം പ്രാർത്ഥിച്ചു ഈ ശൂലം നീങ്ങിക്കിട്ടാൻ. പക്ഷെ അവിടെ കർത്താവ് എന്താ പറഞ്ഞ മറുപടി? കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് പൗലോസിനോട് കർത്താവ് പറഞ്ഞ മറുപടി പ്രകാരം വളരെ മനോഹരമാണ്. അതിന്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. നാം ചെയ്യേണ്ടത് ചെയ്തു, പ്രാർത്ഥിച്ചു. ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം എന്തെന്നറിയാത്തതുകൊണ്ട്, ഹിതമെന്തെന്നറിയാത്തതുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചപേക്ഷിച്ചു. പക്ഷെ ദൈവത്തിന്റെ മറുപടി എന്താണ്? അതവിടെ ഇരുന്നോട്ടെ. അത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിനെ അതിജീവിക്കാനായിട്ട്, നിന്റെ ദൗത്യത്തിന് തടസ്സമില്ലാത്ത തരത്തിൽ അതവിടെ ഇരിക്കുമ്പോൾ തന്നെ നിന്നെ മുന്നോട്ട് നയിക്കാനായിട്ട് ഞാൻ എൻ്റെ ബലം തരാം, നീ എൻ്റെ കയ്യിൽ പിടിച്ചോ, എന്നിട്ട് നീ നിന്റെ ജോലി തുടര്. പക്ഷെ ആ ശൂലം അവിടെ ഇരുന്നോട്ടെ, അത് ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഓർമ്മിപ്പിക്കട്ടെ. നീ ബലഹീനനാണ്, പക്ഷെ നിന്റെ ബലഹീനതയിൽ നിനക്ക് ശക്തി അനുഭവിക്കാൻ കഴിയും. അഹങ്കരിക്കില്ല, നിഗളിക്കില്ല ഒരിക്കലും ആ മനുഷ്യൻ. പിന്നീട് തനിക്ക് എന്തെല്ലാം തന്നിലൂടെ സാധിച്ചാലും ദൈവത്തിന്റെ മഹത്വം എന്ന് മാത്രം പറയും. അങ്ങനെ തനിക്കറിയാം തനിക്കെന്നെ അർഹതയും യോഗ്യതയും ഇല്ല എന്ന്. അപ്പോൾ ദൈവം വളരെ വ്യക്തമായി പറഞ്ഞു, ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും. എൻ്റെ ശക്തി നീ ബലഹീനനായിരിക്കുമ്പോൾ നീ എന്നെ ആശ്രയിക്കുന്നത് കൊണ്ട്, എൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നതുകൊണ്ട് നിന്നിൽ എൻ്റെ ശക്തി തികഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റും. ഇതൊരു അനുഗ്രഹമല്ലേ? ഇത് ബലഹീനത, ഈ വേദന, സങ്കടം, ജഡത്തിൽ കുത്തുന്ന ശൂലം, നിരന്തരം കുത്തുന്ന വേദന ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്? ഈ ശക്തി അനുഭവിക്കാൻ സാധിച്ചത്. അപ്പൊ ഇവിടെ നമ്മളെ ചോദ്യം, പ്രധാനപ്പെട്ട നിർണായക ചോദ്യം എന്ന് പറയുന്നത്, ഈ ലോകം നല്ലൊരു സാഹചര്യമാണോ എന്നുള്ളതല്ല. ഇത് മാത്രമാണ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ഏക സാധ്യതയുള്ള ഏക സ്ഥലം. മറ്റു സ്ഥലത്ത് ഈ പരിശീലനം കിട്ടില്ല. ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്, വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക്, ദൈവികമായ ഭക്തിയിൽ വളരുവാൻ ഏറ്റവും അനുകൂലമായ ദൈവം അനുവദിച്ചുള്ള ഏക സാഹചര്യം ഈ ഭൂമിയിലെ ജീവിതമാണ്. മറ്റൊരു സ്ഥലമില്ല. എല്ലാ ദുഃഖവും വേദനയും സങ്കടങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഈ ഭൂമിയിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞതിന് ശേഷം ദൈവം തൻ്റെ മക്കളോട് നിങ്ങൾ ധീരരായി, ചങ്കൂറ്റമുള്ള, തിരഞ്ഞെടുപ്പാൻ ശക്തിയുള്ള മക്കളായി, മനുഷ്യരായി വളരണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. ഈ പ്രതികൂലങ്ങൾ, സിംഹങ്ങളും കരടിയും തീയും വെള്ളവും
ഇങ്ങനെ പലവിധ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒറ്റിക്കൊടുക്കലുകളും അപമാനങ്ങളും സങ്കടങ്ങളും ആരോപണങ്ങളും ഇതെല്ലാം നേരിടുന്ന അന്തരീക്ഷത്തിനകത്തൂടെ പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവവിശ്വാസത്തിൽ വളരുന്നത്. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാളും ദൈവത്തിൽ ആശ്രയിക്കാൻ നല്ലതെന്ന് പഠിക്കുന്നത് ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഭൂമിയാണ് അതിന് ഏറ്റവും ഉചിതമായ സ്ഥലം, മറ്റൊരു സ്ഥലമില്ല. ഏറ്റവും ഉചിതമായ സ്ഥലം ഭൂമിയാണ്. ഏറ്റവും നല്ല അന്തരീക്ഷം ഇവിടെയാണ് നമ്മുടെ സ്വഭാവങ്ങൾ രൂപപ്പെടാൻ. പണ്ട് ക്രിസ്തുവിലേക്ക് കടന്നു വന്ന നാളിന് ശേഷം 10, 25, 30, 40 വർഷങ്ങൾക്ക് ശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന പരിവർത്തനം, സ്വഭാവത്തിൻ്റെ വിശുദ്ധീകരണം, ആത്മീയ സ്വഭാവങ്ങളുടെ വളർച്ച, പ്രാർത്ഥനാ ജീവിതത്തിലെ മുതിർന്ന അവസ്ഥ, ദൈവ പരിജ്ഞാനത്തിൻ്റെ ആഴങ്ങൾ, ഇതൊക്കെ ഈ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയി നേടിയതാണ്. കഷ്ടതയും വേദനയും സങ്കടവും ബുദ്ധിമുട്ടുകളും മരണങ്ങളും കണ്ണുനീരുകളും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഒരു യഥാർത്ഥ ദൈവഭക്തനെ കുറിച്ചാണ് ഈ പറയുന്നത്. അനേകം ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലാം കളഞ്ഞിട്ട് പോകും. അവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവരല്ല. പ്രതികൂലങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും വരുമ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തെയും സഭയെയും വചനത്തെയും തള്ളിക്കളയുന്നവരുണ്ട്. അവർ ശരിക്കും ദൈവത്തെ ശരിക്കും സ്നേഹിക്കുന്നവരല്ല, ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ളവരുമല്ല. പക്ഷെ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ളവർക്കറിയാം. യോബിനോട് ചോദിച്ച് യോബ് പറഞ്ഞു തരും, നല്ലൊരു ജീവിതകാലം, നല്ലൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം തകർന്ന സമയം. ഈ സമയത്ത് ദൈവം അവിടെ തന്നെയുണ്ട്. ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്. സാഹചര്യത്തിന് വേണ്ടിയാണോ, സമൃദ്ധിക്ക് വേണ്ടിയാണോ, സമ്പത്തിന് വേണ്ടിയാണോ നീ എന്നെ വിളിക്കുന്നത്? അതോ എന്ത് സംഭവിച്ചാലും നീ എന്നെ വിളിക്കുമോ? ഇതാണ് ദൈവം ചോദിക്കുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസ് 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പത്രോസ് ഇപ്രകാരം ചോദിക്കേണ്ടത്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞത്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് അല്പകാലമാണ്. അല്പകാലത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ. ഇപ്പൊ എവിടെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്? നിത്യ തേജസ്സിനായി ക്രിസ്തുവിൽ വിളിച്ചിരിക്കുന്നത്. ഇത് ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടവരോടാണ് ഈ സംസാരിക്കുന്നത്. കർത്താവിൽ ഉള്ളവരോടാണ് അവർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തവർ പറയും, അയ്യോ കഷ്ടത നല്ലതാണോ, ദുഃഖം നല്ലതാണോ, കണ്ണുനീര് നല്ലതാണോ, എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് അപകടത്തിൽ മരിച്ചുപോയത് നല്ലതാണോ? അവരുടൻ സംശയിക്കും. നമുക്ക് മാനസികമായ പ്രശ്നമുണ്ടെന്ന് പറയും. പക്ഷെ ഒരു ക്രിസ്തുവിലായിരിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് മനസ്സിലാകും. ഇപ്പൊ ക്രിസ്തുവിൽ നമ്മൾ വിളിച്ചിരിക്കുന്ന എവിടേക്കാണ്? തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. ഇവിടെ ദൈവത്തെ അവതരിപ്പിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ. അടുത്ത 4 വാക്കുകൾ പറയും. കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും, ബലമെന്നേക്കും അവനുള്ളതാണ്. അപ്പൊ ഈ പ്രതികൂലത്തിന് കടന്നു പോകുമ്പോൾ നമ്മളെ വിളിച്ച ദൈവം എവിടേക്കാണ് വിളിച്ചെന്ന് ബോധ്യമുണ്ടെങ്കിൽ, നമ്മൾ ആരില്ലാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ, ആ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്, ഉറപ്പിക്കുകയാണ്, ശക്തീകരിക്കുകയാണ്. അതിനാണ് ദൈവം നമ്മെ വിളിച്ചത്. ദൈവം തൻ്റെ പണി നന്നായിട്ട് ചെയ്യും. നാം കൂടെ നിന്നാൽ നമ്മളെ നിത്യതയിൽ എത്തിക്കും. ഇത് ഈ പുസ്തകത്തിൽ തന്നെ പത്രോസ് ആരംഭത്തിൽ ഇങ്ങനെ പറഞ്ഞു. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-7 വാക്യം, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കണം. അവിടെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മാലിന്യം, വാട്ടം ഇന്ന് ഇല്ലാത്തതായ, ക്ഷയമില്ലാത്തതായ അവകാശത്തിനായിട്ടാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക്, അവിടെ വീണ്ടും അതേ വാക്ക്, അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും, ഒരു ദൈവത്തിന്റെ മനോഭാവം ആനന്ദം. യാക്കോബ് പറഞ്ഞ പോലെ സന്തോഷം. അത് സാധാരണക്കാർക്ക് പറ്റില്ല. അത് ദൈവമക്കൾക്ക് മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം മനസ്സിലാക്കാൻ പറ്റൂ. ആനന്ദിക്കുന്നു. കാരണം എന്തുകൊണ്ട്? അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാണുവാൻ അങ്ങനെ ഇടവരും. അവസാനം നമ്മൾ തിരിച്ചറിയും. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കടന്നുപോയ വേദനയുടെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, ദുരന്തത്തിന്റെ, കണ്ണുനീരിന്റെ താഴ്വരകൾ കൊണ്ടുവന്ന മാറ്റം, ദൈവം ദൂതന്മാരുടെ നടുവിൽ വെച്ച് നമ്മളെ പുകഴ്ത്തി ബഹുമാനിച്ച് നമ്മളെ സ്നേഹിക്കുമ്പോൾ, ആ കിരീടങ്ങൾ അണിയിക്കുമ്പോൾ, ഇതുവരെ ഓടി വന്നത് എത്ര നന്നായി, വിട്ടുകളയാതെ പിന്നോക്കം പോകാതെ അവസാനം വരെ പിടിച്ചു നിന്നത് എത്ര നന്നായി. പലരും പുറകോട്ട് പോകാൻ നിർബന്ധിച്ചു, പലതും പ്രലോഭിപ്പിച്ചു, പലതും പറഞ്ഞ് മോഹിപ്പിച്ചു. എന്നിട്ട് അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഞാൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, എന്തു വന്നാലും എൻ്റെ കർത്താവിനെ കൈവിടില്ല എന്ന തീരുമാനത്തോടെ അവസാനം വരെ ഓടി വന്നതിൻ്റെ നന്മയും ഗുണവും എന്തെന്ന് ഇവിടെ കാണും. യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിലും വേദനയുടെ നടുവിലും ഉള്ള നന്മകൾ,
കഷ്ടത നടുള്ള നന്മകൾ അത് നമ്മുടെ സ്വഭാവം ശക്തമാക്കും. വിശ്വാസം പരിശോധിക്കപ്പെടും. വിശ്വാസത്തിന് സ്ഥിരത കിട്ടും. നമ്മൾ സ്വർഗത്തിന് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. ഇവിടെ താമസിക്കാനല്ല, ഇവിടെ നമ്മുടെ ജീവിതങ്ങൾ എണ്ണപ്പെട്ടതാണ്, നാളുകൾ എണ്ണപ്പെട്ടതാണ്. സ്വർഗത്തിലേക്ക് പോകാൻ ഒരുക്കപ്പെടുകയാണ്. ഇപ്പോൾ ഒരു അധികം താലോലിക്കുന്ന കുഞ്ഞ് നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. ദൈവം അങ്ങനെ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. ദൈവം നമ്മളെ ഒന്നും വേദന വരാതെ, സങ്കടം വരാതെ, കാതുകുത്താതെ, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാതെ, വേദന എടുക്കും, എൻ്റെ കൊച്ചിനെ വേദന എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് കുഞ്ഞിനെ കൂടുതൽ ലാളിച്ച് കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞിനെ പെട്ടെന്ന് രോഗം ബാധിച്ച് മരിച്ചു പോകും. ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇടപെടും. നമ്മളെ ലാളിച്ച് വഷളാക്കില്ല ദൈവം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ടതെല്ലാം ഇടപെടും. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തേണ്ട, സ്വഭാവത്തിന് വരുത്തേണ്ട മാറ്റം വരുത്താൻ അനുകൂലമായ പരിതസ്ഥിതി നമുക്ക് തരും. സാഹചര്യം തരും, ബന്ധങ്ങൾ തരും, അവസ്ഥകൾ തരും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ. നമുക്കൊരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ കളിയാക്കിയെന്ന് വരും, അപമാനിച്ചെന്ന് ഉപദ്രവിച്ചെന്ന് വരും. നമ്മളിലുള്ള ഏതൊരു സ്വഭാവത്തെ മാറ്റാനാണ്. കാരണം നമ്മളെ ഒരുക്കുകയാണ് എങ്ങോട്ട് പോകാൻ. പത്രോസിന്റെ ഭാഷയിൽ പുതിയ ആകാശം പുതിയ ഭൂമി വസിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാണ്. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് അവിടേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന നമ്മളെ ഒരുക്കുകയാണ് ദൈവം. ദൈവം എന്ന അപ്പനല്ലാതെ വേറെ ആർക്കും നമ്മളെ ഒരുക്കാൻ പറ്റില്ല. വേറെ ഒരാളുടെ കയ്യിൽ നമ്മൾ സുരക്ഷിതമല്ല. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മളെ ഒരുക്കുകയാണ്, പണിയുകയാണ്, പരിശീലിപ്പിക്കുകയാണ്, വെടുപ്പാക്കുകയാണ്, വെടുപ്പാക്കുകയാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടത് കഷ്ടതകളും വേദനകളുടെ ഉള്ളിലുള്ള നന്മകളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യമായി നമ്മളെ കൂടുതൽ പ്രയോജനമുള്ള നല്ല ദൈവമക്കളാക്കി രൂപപ്പെടുത്തുകയാണ്. രണ്ടാമത് ഈ കഷ്ടതകൾ വാസ്തവത്തിൽ നന്മയുടെ ദൃഷ്ടാന്തം തെളിയിക്കുകയാണ്. നന്മ കൂടുതൽ തെളിയിച്ചു തരികയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുകയുണ്ടായി, നന്മ മനുഷ്യന് ഒരിക്കലും അറിയാൻ കഴിയുമായിരുന്നില്ല തിന്മയില്ലായിരുന്നുവെങ്കിൽ. തിന്മ ഇല്ലായിരുന്നുവെങ്കിൽ നന്മ ഒരിക്കലും അറിയാൻ കഴിയുമായിരുന്നില്ല. നന്മയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ അവൻ ഒരിക്കലും ജീവിതത്തിൽ തിന്മ, കഷ്ടത, ദുരന്തം, വേദന, കണ്ണുനീര്, പ്രയാസം, സങ്കടം ഒന്നും അവരുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടില്ല എങ്കിൽ, സംഭവിക്കാൻ അനുവദിച്ചിട്ടില്ല എങ്കിൽ, അവൻ ജീവിക്കുന്ന സ്ഥലത്ത് അതൊന്നും അനുവദിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നന്മ എന്താണെന്ന് പൂർണ്ണമായിട്ട് അവന് അഭിനന്ദിക്കാൻ കഴിയില്ല. നന്മ എന്തെന്ന് പൂർണ്ണമായിട്ട് അഭിനന്ദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ തിന്മ ഭൂമിയിൽ ദൈവം അനുവദിച്ചത് നാം നന്മയെ കൂടുതൽ മനസ്സിലാക്കാനാണ്. നന്മയെന്ത്, അനുഗ്രഹമെന്ത് എന്ന് മനസ്സിലാക്കാനാണ്. ദൈവത്തെ അറിയുന്നതിൻ്റെ അനുഗ്രഹം എന്തെന്ന് മനസ്സിലാക്കാനാണ്. ഇന്ന് ലോകത്ത് നമ്മുടെ ചുറ്റും കേൾക്കുന്ന നിരീശ്വരവാദവും തത്വചിന്തകളും ദൈവനിഷേധങ്ങളും മ്ലേച്ഛതകളും കാണുമ്പോൾ ദൈവം നാം എത്രമാത്രം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. സത്യദൈവത്തെ അറിവാൻ കൃപ ലഭിച്ചതിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ആനന്ദിക്കുന്നു. അപ്പോൾ അത് വളരെ നല്ലതാണ്. ഈ തിന്മകളുടെ സാന്നിധ്യം നമ്മുടെ ചുറ്റുമുള്ളത് നന്മ കൂടുതൽ അറിയാൻ, അങ്ങനെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ ഇടവരുത്തുകയാണ്. അപ്പോൾ ഈ തിന്മയുടെ സാന്നിധ്യം, ചുറ്റുമുള്ള വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും അതെല്ലാം നന്മ കൂടുതൽ മനസ്സിലാക്കാൻ ഇടവരുത്തുന്നു. ജോസഫ്, പഴയ കാലത്തെ ജോസഫ് അവിടെ വീണ്ടും ഉദാഹരണമാണ്. ജോസഫിൻ്റെ സ്വന്തം സഹോദരങ്ങളാണ് തന്നെ കൊല്ലാൻ ആഗ്രഹിച്ചത്, പൊട്ടകെട്ടി പിടിച്ചിട്ടത്, മിസ്രൈമിലെ യാത്രക്കാർക്ക് വിറ്റത്. പക്ഷെ അവസാനം ജോസഫിന് മനസ്സിലായി. ആദ്യം മനസ്സിലായില്ല. അവസാനം തൻ്റെ സഹോദരങ്ങൾ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 50-ാം 20-ാം വാക്യത്തിൽ അവരോട് ജോസഫ് പറഞ്ഞത് ഇപ്രകാരമാണ്. ഉൽപ്പത്തി 50-ന്റെ 20-ാം വാക്യം, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവപരീക്ഷ വരുത്തേണ്ടതിനെ അതിനെ ഗുണമാക്കി മാറ്റി. നിങ്ങൾ എൻ്റെ നേരെ വിചാരിച്ചത് ദോഷമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കരം ജോസഫ് അവസാനം കണ്ടു. ഈ സാഹചര്യത്തിലൂടെ എല്ലാം പോകുമ്പോഴും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് തൻ്റെ ജീവിതം പോയത് എന്ന്, നിയന്ത്രിക്കപ്പെട്ടത് എന്ന്. ഈ പണ്ടേ താൻ കൊല്ലപ്പെടാമായിരുന്നു. പോത്തിഫർ വേണമെങ്കിൽ തലവെട്ടി കളയാം, തൻ്റെ ഭാര്യയെ കയറി പിടിച്ചു എന്നുള്ള ആരോപണത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ. പക്ഷേ ജോസഫിനെ കുറിച്ച് പോത്തിഫറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തൻ്റെ ഭാര്യ ഒരു ആരോപണം ഉന്നയിച്ച ഉടൻ തന്നെ പോത്തിഫർ തൻ്റെ ചുമതലയിലുള്ള കാരാഗൃഹത്തിലാണ് കൊണ്ടിട്ടത്. അവിടെ ജോസഫ് തെളിയിച്ചു തൻ്റെ വിശ്വസ്തത. അപ്പൊ ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് അവസരം മനസ്സിലാക്കി കൊടുത്തു. ഇത് ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിനെ അതിനെ ഗുണമാക്കി മാറ്റി. അവർ ചെയ്ത ദോഷം ദൈവം ഗുണമാക്കി. ഇത് തന്നെയാണ് പൗലോസ് പറഞ്ഞത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന്. അപ്പോൾ ലോകത്ത് ദുഷ്ടതയുണ്ട് എന്നുള്ളത് ദുഷ്ടതയല്ല. ലോകത്ത് ചുറ്റുപാടും ദുഷ്ടതയും തിന്മയും മ്ലേച്ഛതകളും അഴിമതികളും അതിക്രമങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് തിന്മയല്ല. ദൈവമക്കളെ സംബന്ധിച്ച് അതവിടെ ഉള്ളത് ദൈവമക്കളെ സംബന്ധിച്ച് നല്ലതാണ്.
അവർക്ക് നന്മ കാണാൻ, സത്യം കാണാൻ, വാസ്തവത്തെ കാണാൻ, ദൈവത്തെ സ്നേഹിക്കാൻ അവർ കൂടുതൽ താല്പര്യമുള്ളവർ അത് അങ്ങനെ തന്നെ ചെയ്യും. വിശുദ്ധൻ വിശുദ്ധനായിക്കൊണ്ട് തന്നെ ഇരിക്കും. ചുറ്റുപാട് അശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് കണ്ടുകൊണ്ട് അശുദ്ധിയിലേക്ക് ചരിയില്ല. എൻ്റെ വീട്ടിൽ ചുറ്റും വിഗ്രഹാരാധനയുണ്ട്, അല്ലെങ്കിൽ അവിടെ മറ്റേതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, മ്ലേച്ഛതയുണ്ട്, ഭൂതവേദ പ്രേതാദികളുടെ സേവയുണ്ട്, സാത്താൻ സേവയുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു പറയില്ല. അവൻ സത്യത്തിന് വേണ്ടി തന്നെ നിലനിൽക്കും. ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം. പാപമാണ് ഏറ്റവും വലിയ തിന്മ. ദൈവത്തിൻ്റെ കൽപ്പനകളുടെ ലംഘനം, അതാണ് ഏറ്റവും വലിയ തിന്മയായ പാപം. ദൈവവചനത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന 1 യോഹന്നാൻ 3-4 വാക്യത്തിൽ പറയുന്നത്, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം, ധർമ്മവിരുദ്ധമായ കാര്യം. പാപമാണ് ഏറ്റവും വലിയ തിന്മ. റോമലേഖനം 3-18 വാക്യത്തിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ റോമർ 3:18 ഇങ്ങനെയാണ് എഴുതിയത്: അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. റോമർ 4:15 ഇങ്ങനെ കാണാം: ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു, ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. ന്യായപ്രമാണം ഇല്ലെങ്കിൽ, ദൈവത്തിൻ്റെ നിയമങ്ങളില്ലെങ്കിൽ അവിടെ ലംഘനവുമില്ല. ദൈവ നിയമം ലംഘിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തു. ഈ സ്വാതന്ത്ര്യം മനുഷ്യൻ ദുരുപയോഗിച്ചു. ദൈവത്തെ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നതിന് പകരം ദൈവത്തോട് മത്സരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങൾക്കും തിന്മകൾക്കും അഴിമതികൾക്കും അക്രമങ്ങൾക്കും കണ്ണുനീരുകൾക്കും വേദനകൾക്കും ഒന്നും ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. മനുഷ്യ ജീവിതത്തെ അനുഗ്രഹിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു നല്ലൊരു സാഹചര്യം ഒരുക്കി. പക്ഷെ ജീവിതത്തിൽ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ, ദൈവഭയത്തിൽ ജീവിപ്പാൻ മനുഷ്യൻ തയ്യാറല്ല. ദൈവത്തിൻ്റെ പ്രമാണം, ന്യായപ്രമാണത്തിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ മനുഷ്യൻ തയ്യാറല്ല. പകരം ദൈവത്തോട് മത്സരിക്കുന്നു. ദൈവത്തെ ജീവിതത്തിൽ തള്ളി പുറത്താക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ അധികാരം ജീവിതത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭവിഷ്യത്തായി തിന്മകളും ദുഷ്ടതകളും നരകവും എല്ലാ വേദനകളും ഭൂമിയിൽ നിറയുന്നു. ദൈവമല്ല എൻ്റെ കുറ്റക്കാരൻ, ദൈവം എൻ്റെ കുറ്റക്കാരൻ. മനുഷ്യൻ്റെ പാപപങ്കിലമായ തീരുമാനങ്ങൾ. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇതേ അന്തരീക്ഷത്തിൽ തന്നെയാണ് അവരും ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് ചുറ്റുപാടുള്ള തിന്മകളുടെ സാന്നിധ്യത്താൽ നന്മ കാണാം. മറ്റു പലരും നമുക്കെതിരെ ദോഷങ്ങൾ വിചാരിക്കും. ദൈവം എങ്ങനെ ഗുണമാക്കി തീർക്കുന്നു എന്ന് അവർക്ക് കാണാൻ പറ്റും. അവർ ദൈവവുമായി ബന്ധമുള്ളവനാണ്. സർവജ്ഞാനിയായ ദൈവമായിട്ട് ബന്ധമുള്ള ദൈവ മക്കളാണ്. അവർക്ക് ദൈവത്തിൻ്റെ കരം കാണാം, ദൈവത്തിൻ്റെ നിയന്ത്രണം കാണാം. അപ്പോൾ ഒരു വിധത്തിൽ അതൊരു നന്മയാണ്. നമ്മൾ നന്മ കൂടുതൽ തിരിച്ചറിയാൻ ഇടവരുത്തുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് നന്മ തെളിയിക്കുകയാണ്. പക്ഷേ ചുറ്റുപാടും തിന്മയാണ്, ചുറ്റുപാടും ദോഷമാണ്, ദൈവ നിരാകരണമാണ്, ദൈവ നിഷേധമാണ്, ദൈവത്തെ അപമാനിക്കുന്ന കളിയാക്കുന്ന ജീവിതമാണ്. പക്ഷെ നാം ദൈവത്തിൽ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചെടുക്കും. ഒന്നാം നമ്മൾ കണ്ടു, വിശ്വാസത്തിന് സ്ഥിരത കിട്ടി. ഇത് നമ്മളെ ആശ്വസിപ്പിച്ച് ഉറപ്പിച്ച് ശക്തീകരിക്കുന്നു. പ്രതികൂലങ്ങളുടെ വേദനകളുടെ നടുവിലൂടെ ആണത് സംഭവിച്ചത്. അപ്പോൾ ഈ കഷ്ടതകളുടെ വേദനകളിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് തുടർന്ന് നമുക്ക് ഇനിയും ചിന്തിക്കാനുണ്ട്. നമുക്ക് അടുത്ത പാഠത്തിൽ നാളെ നമ്മൾ ചിന്തിക്കുന്നതാണ്. മറക്കരുത്, വേദനകളുടെ സങ്കടങ്ങൾ വരുമ്പോൾ ദൈവത്തിനെതിരെ വിളിച്ചുകൊണ്ടത് അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കണം. ഇത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് മനസ്സിലാക്കണം. ഇതിപ്പോൾ നമ്മൾ തന്നെ തെറ്റായ തീരുമാനത്തിൻ്റെ ഫലമാകും അങ്ങനെ സംഭവിച്ചു. അതാദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ സമൂഹത്തിൽ പൊതുവായിട്ട് വരുന്നൊരു തിന്മയുടെ പ്രശ്നമാണെങ്കിൽ അതിലൊരു നന്മയുണ്ട്, അതിലൊരു പോക്കുവഴിയുണ്ട്. ദൈവത്തിലേക്ക് നോക്കിയാൽ മതി. ദൈവത്തിലേക്ക് നോക്കിയാൽ അതിനെ മറികടക്കാൻ, അതിനകത്തൂടെയുള്ള നന്മ കണ്ടെത്താൻ, വിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ട ഒരു കാര്യം എൻ്റെ അകത്തുണ്ട്. അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ദൈവത്തോടും വചനത്തോടും ബന്ധപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എൻ്റെ നന്മ കണ്ടെത്താൻ സാധിക്കും. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനം. താങ്ക് യു.